സുന്ദരക്കുട്ടന്മാരെ, കഴിഞ്ഞ ദിവസം എന്ത് ഞാൻ പറഞ്ഞു, സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിലുള്ള ഉണ്ണിക്കണ്ണന്റെ ദർശനം നമുക്ക് ജന്മസാഫല്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് പിന്നെ എന്തൊക്കെയാ അറിയോ? ഉത്സവകാലത്ത് ആ ദേശത്ത് ആർക്കും ഭക്ഷണം ഇല്ലാണ്ട് ആവരുത് എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാ ദിവസവും സാധാരണ അവിടെ ചോറും രസകാളൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ രാവിലെ കഞ്ഞി, പുഴുക്ക്, ചക്ക, മുതിര ഒക്കെ ഇട്ടിട്ടുള്ള പുഴുക്കും കഞ്ഞി, പിന്നെ തേങ്ങാപ്പൂള്, ശർക്കര, പപ്പടം, ഇതൊക്കെ കൂടി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ധാരാളമായിട്ട് ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും കൊടുക്കാൻ. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ണിക്കണ്ണൻ ഓടി നടക്കുന്നുണ്ടാവും. നമ്മൾ പോയി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മളെ ഉണ്ണിക്കണ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എല്ലാവർക്കും ആർക്കെയും കിട്ടാത്തതുണ്ടോ, കഞ്ഞി കിട്ടാത്തവരുണ്ടോ, പുഴുക്ക് കിട്ടാത്തവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഓടി. ഈ ഉത്സവ കാലഘട്ടത്തിൽ നമ്മളെ ഉണ്ണിക്കണ്ണന് ഒരു റെസ്റ്റ് ഇല്ല, വിശ്രമമില്ല. കാരണം എന്താ? ആനപ്പുറം കയറണം, അതിലെല്ലാക്കലും, പിന്നെ ദിക്കുകൊടി ചാർത്തണം, ഓരോക്ക് ഇതാക്കണം. പിന്നെയോ ഭക്ഷണത്തിൻ്റെ സ്ഥലത്ത് കഞ്ഞി എല്ലാവർക്കും, എൻ്റെ ഭക്തജനങ്ങൾക്കൊക്കെ കഞ്ഞിയും പുഴുക്കും ഒക്കെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ ഓടി നടക്കണം. അങ്ങനെ ഓരോ ഇതിലും പിന്നെ ഉണ്ണിക്കണ്ണന് ഒരു ഇതുള്ളത് എന്താണെന്നറിയോ? പ്രകൃതി. ഞാൻ ഇതിൻ്റെ മുമ്പുള്ള കഥകളിൽ പറഞ്ഞു, നമ്മളെ ഭൂമി ദേവിയാണ്. പ്രകൃതിനെ നമ്മൾ സംരക്ഷിക്കണം. എന്നാലേ പ്രകൃതി നമുക്ക് കനിഞ്ഞ് വരം തരുള്ളൂ. അപ്പം പ്രകൃതിനെ നമ്മൾ ദ്വേഷിക്കരുത്. അതുകൊണ്ട് ഈ കഞ്ഞിയൊക്കെ ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ കൊടുക്കണ അറിയോ? എല്ലാവർക്കും നമ്മൾ പ്ലാസ്റ്റിക് പ്ലേറ്റും പ്ലാസ്റ്റിക് ഗ്ലാസ്സും ഒക്കെ ആണെങ്കിൽ അതാ ഭൂമിയിൽ അലിഞ്ഞു ചേരില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ കഞ്ഞി കൊടുക്കണമെന്നറിയോ? കുഞ്ഞുമണികൾക്ക് മനസ്സിലായിണ്ടോ? പാള പ്ലേറ്റ്, പിന്നെയോ പ്ലായില കോട്ടിയിട്ട് സ്പൂണ് പോലെയാക്കിയിട്ട്. അപ്പോൾ അത് പ്രകൃതിയിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നോളല്ലോ. അത് അത്രയും ശ്രദ്ധയോടു കൂടിയാണ് ഉണ്ണിക്കണ്ണൻ പ്രകൃതിയായിട്ട്. നമ്മൾ പ്രകൃതിയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ എല്ലാത്തിലും ശ്രദ്ധ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇത് ഒരാൾക്കും ആരോടും പറയാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ്റെ കണ്ണെത്താത്ത ഒരു സ്ഥലമില്ല. അവിടെ ഏതാ പടിഞ്ഞാറേ വശത്ത് പോയി നോക്കിയാൽ കാണാം. ഈ കഞ്ഞിക്ക് വേണ്ട സാധനം, ചെറിയ ഇടിയൻ ചക്ക മുറിക്കുന്ന ആളുകൾ കാണാം. ഒരു സ്ഥലത്ത് മാങ്ങ നേരെയാക്കുന്ന, ഉപ്പിലിട്ട് കൊടുക്കണ്ടേ, മാങ്ങ നേരെയാക്കുന്നുണ്ട്. കുറച്ചാൾ മത്തൻ, ചക്ക, ഇങ്ങനെ വിചാരിക്കേണ്ട പ്ലായില കുത്തുന്ന കുറച്ചാളുകൾ. അങ്ങനെ എല്ലാം പ്രകൃതിയോട് ഇണങ്ങിയിട്ട് നമ്മളൊക്കെ പ്രകൃതിയെ സന്തോഷിപ്പിച്ചാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. പ്രകൃതിയെ നമ്മൾ മലിനമാക്കരുത്. മറ്റുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ പ്രകൃതി മലിനമാകും. അങ്ങനെയുള്ള ഒരു പാഠം കൂടി തന്നുകൊണ്ടാണ് ഈ ഉത്സവകാലത്ത് പാള പ്ലേറ്റും ലായില കൊട്ടിയതൊക്കെ തരുന്ന ഉണ്ണിക്കണ്ണൻ. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കുട്ടികളെ?